അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് അല്ലാഹു തആല നൽകുന്ന കറാമത്തുകൾ അതിനെ ആരും നിഷേധിക്കാൻ പോകണ്ട എന്ന് വിചാരിച്ചിട്ട് എന്ത് തോന്നിയാസവും ഔലിയാക്കളെ പറ്റി പറയാൻ അങ്ങനെയും ആരും വിചാരിക്കരുത്. അങ്ങനെ ഉണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, മടവൂർ സിഎം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീം നമ്മൾക്ക് വളരെ ആദരിക്കുന്ന ഒരു വലിയ മഹാനാണ്. പക്ഷെ ആ മഹാന്റെ പേരിൽ എന്തെല്ലാം തോന്നിവാസങ്ങളാണ് ചിലർ പറഞ്ഞുണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ഭൂത്താനി ത്വരീഖത്തുകാർ എന്തെല്ലാമാണ് പറഞ്ഞുണ്ടാക്കുന്നത്. ഓ, മടവൂർ പടച്ചവനാണെന്ന് പറഞ്ഞ് പാട്ട് പാടി, പിന്നെ അവൻ തന്നെ പാടി മാലിക്കുൽ മുലൂക്കാണ്, പിന്നെ അവൻ തന്നെ പാടി അർശിന്റെ അധിപനാണ്. ഞാൻ അതിനെ ശക്തിയുക്തം എതിർത്തുകൊണ്ട് പ്രസംഗിച്ചു. കാരണം ഞാൻ ഏകദേശം 40 കൊല്ലത്തിന്റെ മേലെയായി പ്രസംഗിക്കാൻ തുടങ്ങി. ഔലിയാക്കളെ കറാമത്തും തവസ്സുലും ഇസ്തിഗാസയും മുഅ്ജിസത്തും കറാമത്തും ഒക്കെ ഈ 40 കൊല്ലത്തോളമായി കേരളത്തിലും കർണാടകയിലും എത്രയോ രാത്രിയും പകലും പ്രസംഗിച്ചു ചേർന്നവരാണ് ഞാൻ. അതിലൂടെ സുന്നത്ത് ജമാഅത്ത് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളെ വളർത്തിയെടുത്തിട്ട് ആ സുന്നികളെ മുഴുവനും കൊണ്ടുപോയി കാഫറാക്കി കളയാമെന്നോ അല്ലെങ്കിൽ വിദേഹത്തുകാരാക്കി കളയാമെന്നോ വിചാരിച്ച് ഏതെങ്കിലും ബുഹ്താനി ത്വരീഖത്തുകാർ വന്നാൽ അവരെ വെറുതെ ഇരുത്തുന്നൊന്നും ആരും വിചാരിക്കണ്ട. അവരെയൊക്കെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തുക തന്നെ ചെയ്യും. ഓ സഹോദരന്മാരെ, ഇവിടെ സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കുന്നു. അതിനെതിരെ ഞാൻ പറഞ്ഞ വകയിൽ എന്റെ പേരിൽ ഒരു പാട്ടുണ്ടാക്കി, എന്നെ കൊണ്ട് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ടാക്കി, ശുദ്ധ കള്ളം പറഞ്ഞിട്ടൊരു പാട്ട്. അതുകൊണ്ടാണ് ഞാൻ ബുഹ്താനി ത്വരീഖത്ത് എന്ന് പറഞ്ഞത്. കളവ് മാത്രം പറയുന്ന ടീം. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഇമാം ഷാഫിഈ സുന്നിയല്ല എന്ന് പറഞ്ഞൊരു കൂട്ടർ. ഷാഫി ഇമാം ചെയ്ത തെറ്റെന്താണ്? സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. ആ വകയിൽ സുന്നിയല്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു. അതിന് രണ്ട് കക്ഷികൾ ഒരുപോലെ തുല്യമായി പങ്കാളികളായി. ഒന്ന് റാഫിദത്തും ഒന്ന് നാസിബത്തുമാണ്. നാസിബത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? അലി റളിയല്ലാഹു അൻഹുവിനെയും അഹ്ലു ബൈത്തിനെയും വെറുക്കുന്നവരാണ്. ആ നാസിബത്ത് തസ്ലാ നാറൻ ഹാമിയ, അവർക്ക് നരകത്ത് കടക്കേണ്ടി വരും. ആ നാസിബത്ത് എന്ന് പറയുന്ന കക്ഷി അവർ എന്ത് ചെയ്തു? അലി ഇബ്നു അബീ ത്വാലിബിനെ കുറ്റം പറഞ്ഞു, അഹ്ലു ബൈത്തിനെ നിസ്സാരപ്പെടുത്തി. അവർ പള്ളിയിലെ മിമ്പറിൽ വെച്ച് പോലും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥന നടത്തി. അപ്പോഴാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തപ്പോ ഇനി മേലിൽ മിണ്ടിപ്പോകാൻ പാടില്ല, അലി റളിയല്ലാഹു അൻഹു മിമ്പറിൽ വെച്ച് മിണ്ടിപ്പോകാൻ പാടില്ല. അതിനു പകരം അതേ ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇൽ ഖുർബ എന്ന ആയത്തോദണമെന്ന് ഓർഡർ നൽകിയത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണ്. ഇന്നും അത് പള്ളി മിമ്പറുകളിൽ തുടരുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ആ അലി ഇബ്നു അബീ ത്വാലിബിനെ വെറുക്കുന്ന, അഹ്ലു ബൈത്തിനെ വെറുക്കുന്ന നാസിബത്ത് എന്ന് പറയുന്ന കക്ഷി, അവർ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു റാഫിദത്താണെന്ന് പറഞ്ഞു. അവരുടെ ഉദ്ദേശം എന്താണ്? അവരുടെ ഉദ്ദേശം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിനെ അല്ലാതെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അങ്ങനെ യാ അഹ്ല ബൈത്തി റസൂലില്ലാഹി ഹുബ്ബുകുമു ഫർളും മിനല്ലാഹി ഫിൽ ഖുർആനി അൻസലഹു തുടങ്ങിയ പദ്യങ്ങൾ ചൊല്ലി ഖുർആൻ നിങ്ങളെ സ്നേഹിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായി പ്രഖ്യാപിക്കുന്നു. അലുൻ നബി ദരിഅതി വഹും ഇലൈഹി വസീലതി, എനിക്ക് ആഖിറത്തിൽ എന്റെ മരത്തെ കയ്യിൽ കിതാബ് കിട്ടാനുള്ള മാർഗം, എനിക്കുള്ള ഇടയാളന്മാർ അഹ്ലു ബൈത്താണെന്ന്